CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ജംഷഡ്പൂർ എഫ്സിയും മുംബൈ സിറ്റി എഫ്സിയുമായിരുന്നു. ഏതായാലും ഇന്നത്തെ ഈ ജംഷഡ്പൂരും മുംബൈ എഫ്സിയുമായുള്ള മത്സരം സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത്. 1-1 എന്ന സ്കോറിലാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒരുപാട് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് രണ്ടാം പകുതിയിൽ ആദ്യം തന്നെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ജംഷഡ്പൂർ എഫ്സി ആയിരുന്നു. ജംഷഡ്പൂർ എഫ്സിയുടെ സൂപ്പർ താരമായ സിവേറ ആയിരുന്നു 60-ാം മിനിറ്റിൽ ജംഷഡ്പൂരിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 74-ാം മിനിറ്റിൽ മുംബൈ സിറ്റി എഫ്സി ഗോൾ തിരിച്ചടിച്ചു. മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടിയിട്ട് ഗോൾ അടിച്ചിട്ടുള്ളത് ചാങ്തെ ആണ്. കൂടാതെ ഇന്നത്തെ ഒരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സിക്ക് വളരെയധികം നിരാശ നൽകുന്ന മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. 82-ാം മിനിറ്റിൽ അവരുടെ സൂപ്പർ താരമായ ചീമക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുകൊണ്ട് തന്നെ താരത്തിന് ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരമൊക്കെ നഷ്ടപ്പെടുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഒരു മത്സരത്തിന്റെ മാച്ചിന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഷൂട്ടുകളുടെ കാര്യത്തിൽ മുംബൈ സിറ്റി എഫ്സി 17 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. ജംഷഡ്പൂർ എഫ്സി ആണെങ്കിൽ 12 ഷോട്ടുകളും എടുത്തിട്ടുണ്ട്. ഇതിൽ ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ്സിയുടെ ഭാഗത്ത് 7 ഷോട്ടുകളും ജംഷഡ്പൂർ എഫ്സിയുടെ ഭാഗത്ത് 4 ഷോട്ടുകളുമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പൊസിഷന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 61% മുംബൈ സിറ്റി എഫ്സിയുടെ ഭാഗത്തും 39% ജംഷഡ്പൂർ എഫ്സിയുടെ ഭാഗത്തുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി പാസസിന്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ്സി 511 പാസുകളാണ് ഇന്ന് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. ജംഷഡ്പൂർ എഫ്സി ആണെങ്കിൽ 313 പാസുകൾ മാത്രമാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 81% മുംബൈ സിറ്റി എഫ്സിയുടെ ഭാഗത്തും 68% ജംഷഡ്പൂർ എഫ്സിയുടെ ഭാഗത്തും കാണാൻ സാധിക്കും. ഇനി ഫൗളിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ്സി 7 ഫൗളുകളാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ജംഷഡ്പൂർ എഫ്സി ആണെങ്കിൽ 6 ഫൗളുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി യെല്ലോ കാർഡിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ്സി ഒരു യെല്ലോ കാർഡ് മാത്രമാണ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ജംഷഡ്പൂർ എഫ്സി ആണെങ്കിൽ 2 യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി കോർണറിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 7 കോർണറുകളാണ് മുംബൈ സിറ്റി എഫ്സി ഇന്ന് നേടിയെടുത്തിട്ടുള്ളത്. ജംഷഡ്പൂർ എഫ്സി ആണെങ്കിൽ വെറും 2 കോർണറുകൾ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരശേഷം പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 36 പോയിന്റുമായി മുംബൈ സിറ്റി എഫ്സി ISLന്റെ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ജംഷഡ്പൂർ എഫ്സി ആണെങ്കിൽ വെറും 21 പോയിന്റ് മാത്രം സ്വന്തമാക്കിക്കൊണ്ട് പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്താണ് നിലവിൽ തുടരുന്നത്. കൂടാതെ 29 പോയിന്റോടുകൂടി പോയിന്റ് ടേബിളിൽ 5-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ISL അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.